അപ്പൊ ഇന്ന് ഈ ടാങ്ക് പോലത്തെ കുപ്പിയും പിടിച്ചിരിക്കുന്നത് എവിടേക്ക് പോകാനാന്നറിയോ? പറഞ്ഞു തരാം. ഈ ടാങ്ക് കുപ്പി എവിടുന്ന് മേടിച്ചെന്നറിയോ? ഞാൻ കോയമ്പത്തൂർ പോയപ്പോ പോത്തീസിൽ നിന്റെ മാപ്പിളിനെ സോപ്പിട്ട് മേടിച്ചതാണ് ആ ടാങ്ക് കുപ്പി. അപ്പൊ ഇന്നത്തെ പോക്ക് എവിടേക്കാന്ന് മനസ്സിലായോ? എന്റെ മോൻക്ക് ഈ വെള്ളം സ്വിമ്മിംഗ് പൂൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വിമ്മിംഗ് പൂൾ എന്നാ പറയുന്നത്. ആ ചെക്കനോട് വർത്താനം പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ ഇപ്പൊ സ്വിമ്മിംഗ് പൂൾ ആയിട്ട് നിൽക്കും. അപ്പൊ പറഞ്ഞു വന്നത്, എന്റെ മോൻക്ക് ഈ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഓന്റെ ലോകം. അപ്പൊ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഫ്ലോറിൽ പോവാന്ന് വിചാരിച്ചു. ഓൻക്ക് മാത്രല്ല അനസിനും. എന്തായാലും ഇന്നത്തെ പോക്കോട് കൂടിയിട്ട് അനസിന്റെയും ഭ്രാന്ത് മാറും, എസിലിന്റെയും ഭ്രാന്ത് മാറും. അങ്ങനെ വെള്ളത്തിൽ കിടന്ന് മതിക്കും രണ്ടാളും കൂടെ. പോയിട്ട് ആദ്യം തന്നെ ചെയ്തത് എസിലേക്ക് ഇങ്ങനെ ഒരു ലൈഫ് ജാക്കറ്റ് മേടിക്കുകയാണ്. അതാ മോൻ ഓന്റെ ഇഷ്ടത്തിന് കളിച്ചോളുമല്ലോ. ഇത് എന്ത് സംഭവം അറിയാതെ കിട്ടിയ പൊലിവിൽ ഇന്റെ മോൻ കുറെ കിടന്ന് ഷോ ഇറക്കണമുണ്ട്. പക്ഷെ ആ പൊലിവ് അധികം നേരം നിന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ മൂപ്പരാളെ ദൂരിടാൻ വേണ്ടി വാശി പിടിച്ച്. പിന്നെ ഞങ്ങൾ ആദ്യം പോയിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ് ചെയ്തത്. എന്തായാലും ഉച്ചക്ക് ശേഷമാണ് വേവ് പൂളൊക്കെ ഓപ്പൺ ആക്കുള്ളൂ. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈഡിലൊക്കെ കയറിയിട്ട് ഒന്ന് സെറ്റ് ആവാൻ. ആദ്യം തന്നെ കയറിയത് ഈ റൈഡിലാണ്. ഞാൻ ഇതിൽ കയറുമ്പോഴൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നെക്സ്റ്റ് കയറിയത് പിന്നെ ഗോസ്റ്റ് ഹൗസിലാണ്. അത് എനിക്ക് പണ്ടേ നല്ല ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇതിൽ ഏറ്റവും കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. സോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏതൊരു പെൺകുട്ടി ഞാൻ പ്രേതാണ് വിചാരിച്ചിട്ട് എന്നെ കണ്ടു പേടിച്ചു. കണ്ടപ്പോ എന്റെ കൂടെയുള്ള ഒറ്റങ്ങൾ പറയാ, ഒറിജിനൽ പ്രേത്തെ കണ്ടാരും പേടിക്കില്ല, എന്നെ കണ്ടാലാണ് പേടിക്കുക എന്നുള്ളത്. എന്താണ് കേസ് ബെറ്റുകളൊക്കെ ഞാൻ എന്താ പറയണ്ടത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല ഫണ്ണായിരുന്നു കേസ്. ഈ റൈഡും തിയേറ്ററും അങ്ങനെ ഓരോന്നായിട്ട് എല്ലാരും മാറി മാറി കയറിയിട്ടുണ്ടായിരുന്നു. ഫ്ലോറിൽ പോയിട്ട് ഏകദേശം കുറെ വർഷങ്ങളായിട്ടുണ്ടാവും. ഒരു 5 വർഷത്തിന്റെ മുകളിൽ എന്തായാലും ആയിട്ടുണ്ടാവും. സോ അതിന് ഇത്രയും ഗ്യാപ്പ് ഇട്ട് ഞാൻ വന്നതിനുള്ളതൊക്കെ ഞങ്ങൾ മുതലാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാ റൈഡിലും കയറി, വെള്ളത്തിൽ നിന്ന് കയറിയിട്ടേ ഇല്ല. ഈ മഴക്കാലത്ത് എല്ലായിടത്തും പനിയുള്ള സമയത്ത് വെള്ളത്തിൽ കളിക്കാരെങ്കിലും പോവോ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലെ ഭ്രാന്തുള്ള ചില ആൾക്കാരും ഉണ്ടായിരുന്നു അവിടെ കേസ്. പിന്നെ ഈ കാളയുടെ മുകളിൽ കയറിയിട്ടുള്ള റൈഡ് കൊള്ളായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. 3 ചമ്മീറ്റ് കറങ്ങി വീട് കാണാൻ വേണ്ടിട്ട്. ഞമ്മക്ക് പിന്നെ ഗാലറി നിന്ന് കളി കാണാനാണ് ഇതൊക്കെ ഇഷ്ടം. പിന്നെ നെക്സ്റ്റ് പോയത് അക്വേറിയത്തിലേക്കായിരുന്നു. ഇതും ഇന്റെ മോന്റെയും അനസിന്റെയും വേറൊരു ടൈപ്പ് പ്രാന്താണ്. ഇവർക്ക് രണ്ടാൾക്കും മീന്, അതും അനസിനും മോനും മാത്രല്ല ട്ടാ, ചാലിശ്ശേരി തമ്മാക്കും അതെ. മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്തോ സംഭവമാണ്. എന്റെ വീട്ടില് മീന് ചെടി ഇതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ ഞാൻ മാത്രം. എന്തൊക്കെ പറഞ്ഞാലും അക്വേറിയം സെറ്റ് ചെയ്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു. നല്ലൊരു ആസ്തറ്റിക് ഉണ്ടായിരുന്നു അവിടെ പോവാനും കാണാനും ഒക്കെ. എന്തോ ഒരു രസാന്നറിയും മീനൊക്കെ കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് യൂഷ്വലി ഇതൊക്കെ കാണാൻ ഇഷ്ടമാണ്. സ്വന്തം പേരിൽ ഇഷ്ടമല്ലെങ്കിലും പുറത്തതൊക്കെ കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് കുറെ ദിവസമായി. അതായത് അനസ് പോയിട്ട് ഇന്നേക്ക് ഏകദേശം 3-4 ദിവസമായിട്ടുണ്ടാവും. എന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നതും വോയിസ് ഓവർ കൊടുക്കുന്നതും. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഇങ്ങനത്തെ യന്ത്രൂഞ്ഞാലിൽ കയറി. അങ്ങനെ എന്തോ ആണ് ഇതിന് പറയുക. ആ കൈൻഡ് ഓഫ് പേര് തന്നെ. എനിക്ക് ഇങ്ങനത്തെ ഇതിന്റെ പേരൊന്നും അറിയില്ല കേസ്. റൈഡ് മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെ പറഞ്ഞാലും അവിടുത്തെ ക്യാൻറ്റീനിൽ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ പുറത്തുള്ള ഒരു വ്യൂ കാണാനുള്ള അടിപൊളി തന്നെയായിരുന്നു കേസ്. പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ വാട്ടർ റൈഡിലേക്കൊക്കെ ഇറങ്ങി. അതായിരുന്നു ഫേവറേറ്റ്. അപ്പോൾ എന്റെ ഫോണും ഓഫായി. പിന്നെ ഞാനത് ലോക്കറിൽ കൊണ്ടുവയ്ക്കും ചെയ്തു. അതുകൊണ്ട് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ബൈ.